എന്ന അയ്യപ്പദാസ് പറഞ്ഞു. അല്ല, അതെന്താണ് ശ്രീ ഗോപൻ അങ്ങനെ ഒരു പണക്കം? ആദ്യത്തെ പരിശോധന എംപവേർഡ് കമ്മിറ്റി നടത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തുറമുഖ വകുപ്പിന്റെ കയ്യിലേക്ക് വരും. നമസ്കാരം, ഡിബേറ്റ് സ്പേസ് മലയാളത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മൾ ഈ എപ്പിസോഡിൽ പറയുന്നത് നമ്മുടെ ഈ അഭിമാന പദ്ധതി വിഴിഞ്ഞത്തെ പറ്റി തന്നെയാണ് കേട്ടോ. വിഴിഞ്ഞം പദ്ധതി വന്നു കഴിഞ്ഞാൽ കേരളത്തിൻ്റെ മുഖച്ഛായ ഒന്നാകെ മാറുമെന്നും കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി ആകെ തന്നെ മാറ്റിമറിക്കപ്പെടുമെന്നും ഇവിടെയുള്ള തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്കെല്ലാം തൊഴിലുണ്ടാവുമെന്നൊക്കെ പറഞ്ഞ് കുട്ടിഘോഷിക്കപ്പെട്ട് കൊണ്ടുവന്നൊരു പദ്ധതിയാണല്ലോ. അത് ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ഈ അദാനിയായിട്ടൊരു കരാർ ഒപ്പിട്ട് അതിൻ്റെ നടത്തിപ്പ് എന്ന് പറഞ്ഞാൽ ഈ തലമുറയും കഴിഞ്ഞ് അടുത്ത തലമുറയിൽ മാത്രമാണ് അതിൻ്റെ ഉടമസ്ഥാവകാശം കേരളത്തിലേക്ക് തിരിച്ചു കിട്ടുക. ഇനിയും ഒരു 10-15 കൊല്ലം കഴിഞ്ഞ് മാത്രമാണ് 1% ലാഭം ഈ കേരളത്തിന് കിട്ടുക. എന്ന് പറഞ്ഞാൽ മുതലാളി കേരളമാണ്. അതിൻ്റെ നടത്തിപ്പ് അവകാശം മുഴുവൻ ആർക്കാണ്? ഒരു ലീസിന് കൊടുത്ത മാതിരി ഈ അദാനി മുതലാളിക്കാണ്. ഇന്ത്യയിലെ ഒരുവിധം എയർപോർട്ടുകൾ, കപ്പൽശാലകൾ എന്ന് പറഞ്ഞ പോർട്ടുകളൊക്കെ ഇപ്പോൾ അദാനിയുടെ കയ്യിലാണ്. ഇപ്പോൾ അദാനി കൈവയ്ക്കാത്ത ഒരു മേഖലയുമില്ല. നമുക്കറിയാം, ഈ മോദി സാർ വന്നേ പിന്നെ ഈ അതിൻ്റെ കൂടെ വളർന്ന ഒരു മുതലാളിയും കൂടിയാണ് ഈ അദാനി എന്ന് പറയപ്പെടുന്നത്. ഒരു 10-15 വർഷത്തിനിപ്പുറം അദാനിയുടെ ഈ അസറ്റിലുണ്ടായ ഒരു വളർച്ചയെ പറ്റിയൊക്കെ നിങ്ങളൊരു അസസ്മെൻറ്റ് നടത്തി കഴിഞ്ഞാൽ നിങ്ങൾ അതോടുകൂടെ ബോധം കെട്ട് വീഴാനാണ് സാധ്യത എന്നാണ് ചിലരൊക്കെ പറയുന്നത്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ. ഇപ്പോൾ നമ്മുടെ വിഷയം അതല്ലല്ലോ. ഇപ്പോൾ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാർ അങ്ങ് മാറി. അപ്പോൾ അത് മാറുമെന്ന് നേരത്തെ തന്നെ ഏറെക്കുറെ മനസ്സിലാക്കിയ ഒരാളുണ്ടായിരുന്നു. ഈ വിഴിഞ്ഞത്തിൻ്റെ അദാനി മുതലാളിയായിരുന്നു. എല്ലാ തെരഞ്ഞെടുപ്പ് പ്രവചനങ്ങളും UDF അധികാരത്തിലെത്തുമെന്നും VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്നുള്ളതായതുകൊണ്ട് തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ അദാനി ചില ചരടുകളൊക്കെ വലിച്ചിരുന്നു. അതിന് ഇടതുപക്ഷം അങ്ങ് താഴെ ഇറങ്ങിയ ഉടനെ തൻ്റെ ഷെയറിലുള്ള തൻ്റെ ഭാഗത്തുള്ള കുറച്ച് ഷെയർ അതങ്ങ് വലിയൊരു ഷിപ്പിംഗ് കമ്പനി, അത് MSC എന്ന് പറയും. ആ MSC കപ്പൽ കമ്പനിക്ക് ലോകത്തിലെ ഏറ്റവും വലിയ കപ്പൽ ഭീമനാണ്. ഓപ്പറേറ്റ് ചെയ്യുന്ന അവരാണ്. ഏതാണ്ട് ലോകത്തിൻ്റെ 20% അവരുടെ കയ്യിലാണ് ഈ ഷിപ്പിംഗ്, ഈ ട്രാൻസാക്ഷനും ചരക്ക് ഗതാഗതമൊക്കെ നടത്തുന്നത്. അവർക്ക് ഏതാണ്ട് 13,000 കോടി രൂപയ്ക്ക് ഈ ഷെയറങ്ങ് വിറ്റു. ആകെ ഈ അദാനി ചിലവാക്കിയിരിക്കുന്നത് 2,500 കോടി രൂപയാണത്രേ. അതിൻ്റെ 49% വിറ്റ് കഴിഞ്ഞപ്പോഴേ 13,000 കോടി രൂപ അദാനിയുടെ പോക്കറ്റിലിരുന്നു. അപ്പോൾ ഇത് നേരത്തെ ഉറപ്പിച്ച ഡീലാണെന്നാണ് നമ്മുടെ കേരളത്തിലെ ഇപ്പോഴത്തെ പ്രതിപക്ഷം, അന്നത്തെ ഭരണപക്ഷം പറയുന്നത്. അവർ അധികാരത്തിലിരുന്നിടത്തോളം കാലം ഈ കള്ളക്കളി നടന്നില്ലെന്നും അവരെ ഇറങ്ങാൻ വേണ്ടി കാത്തിരിക്കുകയായിരുന്നു എന്നുമാണ് ഇപ്പോൾ അവർ പറയുന്നത്. അത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്നു. ഇവർ അധികാരത്തിൽ വരുമെന്നുള്ള കാര്യം ഏതാണ്ട് തീരുമാനമായപ്പോൾ തന്നെ ഒരു പ്രത്യേക വിമാനയാത്ര വഴി ആ ഡീൽ ഉറപ്പിച്ചു എന്നാണ് ഇവർ പറയുന്നത്. അത് നമ്മുടെ പഴയ വ്യവസായ മന്ത്രിയില്ലേ, അദ്ദേഹം ഒന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ഏറെക്കുറെ പിടികിട്ടും. ഇതെങ്ങനെയാണ് ഇതിൻ്റെ ഒരു തീരുമാനമുണ്ടായത്, അതിൻ്റെ ചരടുകൾ എങ്ങനെയാണ് കോർത്തിരിക്കുന്നത് എന്ന് അദ്ദേഹം തന്നെ പറയുമ്പോൾ നമുക്ക് കുറച്ചൊരു ക്ലാരിറ്റി കിട്ടുമല്ലോ. അവർക്കാവുമ്പോൾ ഈ കാര്യങ്ങളിലേക്ക് ഒരു കിടപ്പ് നേരത്തെ തന്നെ അറിയാമായിരിക്കുമല്ലോ. ഒന്ന് കേട്ടു നോക്കാം. പരിശോധന എംപവേർഡ് കമ്മിറ്റി നടത്തി കഴിഞ്ഞാൽ അത് സ്വാഭാവികമായിട്ടും തുറമുഖ വകുപ്പിന്റെ കയ്യിലേക്ക് വരും. തുറമുഖ സെക്രട്ടറി രത്തൻ കേൽക്കർ പരിശോധിക്കും. രത്തൻ കേൽക്കർ പരിശോധിച്ചിട്ട് തുറമുഖ മന്ത്രി ശ്രീ VD സതീശൻ കൊടുക്കും. തുറമുഖ മന്ത്രി പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അദ്ദേഹത്തിന്റെ സെക്രട്ടറി രത്തൻ കേൽക്കർ കൊടുക്കും. അത് കഴിഞ്ഞാൽ അടുത്ത ഘട്ടം ധനപരമായ ബാധ്യതകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് പരിശോധിക്കലായിരിക്കും. അപ്പൊ മുഖ്യമന്ത്രി നേരെ ധനകാര്യ വകുപ്പ് മന്ത്രി ശ്രീ VD സതീശൻ കൊടുക്കും. ധനകാര്യ വകുപ്പ് അത് പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രി VD സതീശൻ അത് പരിശോധിച്ചിട്ട് നിയമവകുപ്പ് മന്ത്രി VD സതീശൻ കൊടുക്കും. നിയമവകുപ്പ് മന്ത്രി VD സതീശൻ പരിശോധിച്ചിട്ട് മുഖ്യമന്ത്രി VD സതീശൻ കൊടുക്കും. മുഖ്യമന്ത്രിക്ക് ഏതെങ്കിലും ഘട്ടത്തിൽ സംശയങ്ങൾ വന്നു കഴിഞ്ഞാൽ നേരെ മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി രത്തൻ കേൽക്കർ കൊടുക്കും. അപ്പം ഇതാണ് അതിൻ്റെ പോകുന്ന റൂട്ട്. എല്ലാം അവസാനിക്കുന്നത് നമ്മുടെ VD സതീശൻ സാർ എന്നുള്ള ഒരാളിലാണ്. അപ്പം നമ്മളെ ഈ പിണറായി വിജയൻ വലിയ ഏകാധിപതിയാണ്, എല്ലാം സ്വയം തീരുമാനമെടുക്കുന്നു, അടിച്ചേൽപ്പിക്കുന്നു എന്നൊക്കെയാണല്ലോ പറഞ്ഞു കേട്ടിരുന്നത്. ഇപ്പം ഈ പറയുന്നതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഈ ഒരു കാര്യത്തിന് തീരുമാനമെടുക്കുന്നതിൻ്റെ 3-4 പ്രധാന വകുപ്പുകളുടെ എല്ലാം ചാർജ് നമ്മുടെ മുഖ്യമന്ത്രി VD സതീശൻ സാറിനാണ്. അപ്പോൾ അതെല്ലാം അദ്ദേഹത്തിൻ്റെ കൈവശം തന്നെ വെച്ചിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഈ വലിയ സ്വപ്ന പദ്ധതിയായ നമ്മുടെ മിഷൻ സമുദ്ര, അങ്ങനെ ഒരു പരിപാടി ഉണ്ടല്ലോ. ഈ പോർട്ടുകളെ എല്ലാം വികസിപ്പിച്ച് കേരളത്തെ വലിയൊരു സാമ്പത്തിക ശക്തിയായി വളർത്തുന്ന ആ മാജിക് ഉണ്ടല്ലോ. അപ്പോൾ അതിനുവേണ്ടി ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മുടെ സതീശൻ സാറിൻ്റെ കൈവശമാണ്. അതുകൊണ്ട് ഈ തീരുമാനമെല്ലാം എടുക്കേണ്ടത് ഇദ്ദേഹമാണ്. ആർക്കും അതിനകത്ത് പ്രത്യേകിച്ച് ഒരു അഭിപ്രായം പറയാൻ ഒരു വഴിയുമില്ല എന്നാണ്
നമ്മുടെ രാജീവ് മിനിസ്റ്റർ പറയുന്നത്. വി ഡി സതീശൻ സർക്കാരിന് അധികാരത്തിൽ കൊണ്ടുവരാൻ വേണ്ടി രാപ്പകൽ പണിയെടുത്ത മലയാളത്തിലെ ഒരു പ്രമുഖ ചാനലുണ്ട്. അതിൽ ഈ വിഷയം ഒരു ചർച്ച നടന്നു കേട്ടോ. പൊരിഞ്ഞ അടിയായിരുന്നു കേട്ടോ. ആ അടി കൂടി കണ്ടിട്ട് നമുക്ക് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാം. കാരണം എങ്ങനെയാണ് ഒരു ചാനൽ ഒരു ചർച്ച നടത്തുന്നത്, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്, അതിൻ്റെ ഉദ്ദേശം എന്താണ്, എല്ലാം മുൻകൂട്ടി നിശ്ചയിച്ച് കാര്യങ്ങളെല്ലാം അവർ അജണ്ട നിശ്ചയിച്ച് ചാനലിൽ ചർച്ച നടത്തുന്ന രീതി ഇങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ച ആ ചാനലിന് വലിയൊരു നമോഹം. നന്ദി, നമസ്കാരം. മറ്റൊരു വിഷയവുമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു. ഇത് കാണാതെ പോകരുത് കേട്ടോ. പൊരിഞ്ഞ അടിയാണ്. സ്പെഷ്യൽ ഫ്ലൈറ്റ് ചാർട്ട് എന്തായാലും പറയട്ടെ, എന്തിനാ അങ്ങനെ ധൃതി പിടിക്കുന്നത്? നല്ല ധൃതിയല്ല, നമ്മളല്ലേ 8-9 മിനിറ്റ് അങ്ങനെയല്ലേ ഭൂരിഭാഗം സംസാരിച്ചു. ഒരു ധൃതിയില്ല. ഞാൻ ഇന്നൊന്ന് വിഷയത്തിലേക്ക് തിരിച്ചു വരുന്നതിന്റെ ഭാഗമായി മാത്രം ചോദിക്കുകയാണ്. അപ്പൊ ഒറ്റ കാര്യമുള്ളൂ. പിന്നെ എന്നാ അയ്യപ്പദാസ് പറഞ്ഞു. അല്ല, അതെന്താണ് ശ്രീ ഗോപൻ അങ്ങനെ ഒരു പണക്കം? ഇല്ല, അങ്ങനല്ലേ എന്റെ ഒരു 1.5 മിനിറ്റ് ചോദ്യം ഒഴിച്ചു കഴിഞ്ഞ 8-9 മിനിറ്റ് ഡൈവേർട്ട് ചെയ്തുകൊണ്ടുപോയി. നിങ്ങൾ തന്നെ ഡൈവേർട്ട് ചെയ്തു. അല്ല, എനിക്ക് യുക്തി മനസ്സിലാക്കി തന്നാൽ ഇപ്പൊ എന്താ രമേശ് ചെന്നിത്തല ഫ്ലൈറ്റിൽ കൊണ്ടുപോകാൻ പറ്റില്ല? അവർക്ക് ആദ്യമേ അറിയാമായിരുന്നു വി ഡി സതീശനാണ് മുഖ്യമന്ത്രിയാവുന്നത്. അത് 20 ദിവസം എടുത്ത് കോൺഗ്രസ് ഹൈക്കമാൻഡ് തീരുമാനിച്ച തീരുമാനം റിസൾട്ടിൽ സമ്മതിക്കാത്ത എന്താ ഇത്ര അസഹിഷ്ണുത എന്തിനാ? ശ്രീ ഗോപൻ, തോറ്റിരിക്കുന്നതിന്റെ ബുദ്ധിമുട്ടാണ് അങ്ങ് കാണിക്കുന്നതെങ്കിൽ എനിക്ക് മനസ്സിലാവും. 5 മിനിറ്റ് അങ്ങ് സംസാരിച്ചാണ് ഇടപെട്ടത്. 5 മിനിറ്റ് നമുക്ക് റിവൈൻഡ് ചെയ്ത് നോക്കാം. എന്താ അസഹിഷ്ണുത ശ്രീ ഗോപൻ? 5 മിനിറ്റ് കാര്യത്തിൽ അയ്യപ്പദാസിന്റെ തോൽവി എനിക്ക് മനസ്സിലാവും. എനിക്ക് അസഹിഷ്ണുത ഞാൻ മനസ്സിലാവും. തോറ്റു മതിയോ? അയ്യപ്പദാസ് പ്രതീക്ഷിച്ച വി ഡി സതീശൻ അല്ല എന്നുള്ളൊരു എനിക്കെന്ത് പ്രതീക്ഷ സാർ? എനിക്കെന്ത് പ്രതീക്ഷ? എനിക്കെന്ത് പ്രതീക്ഷ? ഈ കഴിഞ്ഞ 1.5 മാസത്തിനിടയിൽ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ല എന്നുള്ളതും നിങ്ങളുടെ ഡെസ്പറേഷൻ ഇത്രയ്ക്കൊക്കെ ഉണ്ടോ? ഇത്രയ്ക്കൊക്കെ ഡെസ്പറേറ്റ് ആണോ നിങ്ങൾ? എന്നെ നിങ്ങൾ ഇൻസൾട്ട് തോൽവി കൊണ്ട് ഇല്ലാതായോ? എനിക്ക് തോൽവിയിൽ അസഹിഷ്ണുത എന്ന് പറഞ്ഞ് ഈ ചർച്ച നിങ്ങൾ കൊണ്ടുവരാൻ എവിടേക്ക് താങ്കൾ എന്നെ നിങ്ങൾ വെറുതെ ഈ എന്താണ് വി ഡി സതീശൻ ചെന്ന് പറഞ്ഞപ്പോഴേക്കും ശരി നാളെ ലൈവ് നടത്തുക എന്ന മണ്ടത്തരം പറഞ്ഞാലേ CPM അല്ലേ? മണ്ടത്തരം പറഞ്ഞല്ലേ? ഇത് തോൽവിയുടെ ചർച്ചയല്ല ഇവിടെ. തോൽവിയുടെ ചർച്ചയല്ല. സാഹചര്യം മനസ്സിലാവണം. എനിക്കൊന്ന് അറിയാൻ വേണ്ടി ചോദിക്കുകയാണ് ശ്രീ ഗോപൻ. ഒരു സെക്കൻഡ്, അങ്ങനെ പറ്റില്ല. ഇത് ആരോടാണ് ഇത് പറയുന്നത്? അരിയാഹാരം കഴിക്കുന്ന മലയാളികളോട് നിങ്ങൾ പറയുന്നത്. ഇവിടെ ആരാണ് ജയിക്കാൻ പോകുന്നത് അറിയില്ല. ഇവിടെ മുഖ്യമന്ത്രി ആരാൻ പോകുന്ന അറിയില്ല. ഈ UDF അധികാരത്തിൽ വരുന്ന പോലെ ആരും മനസ്സിലാക്കിയിട്ടില്ല. അല്ലെങ്കിൽ മനസ്സിലാക്കണം, നാടിന് മുഴുവൻ അറിയാമായിരുന്നു. ഇതിലെ പോയ എല്ലാ ഈച്ചയ്ക്കും പാറ്റയ്ക്കും വരെ അറിയാമായിരുന്നു. പക്ഷേ LDF മാത്രമേ അറിയില്ലായിരുന്നു. അത് സമ്മതിച്ചാൽ മതി. തോക്കുമെന്ന് ഞാൻ ആ വിഷയം വിടും. അയ്യപ്പദാസ് വിടുമ്പോൾ വിടാതിരിക്കല്ലോ ഞാൻ. അയ്യപ്പദാസിന് ഇഷ്ടമുള്ളപ്പോൾ സമീപനമാണ് ശ്രീ ഗോപൻ കൊണ്ടുവന്ന ഈ അങ്ങേക്ക് വളരെ പെട്ടെന്ന് മംഗളൂരു യാത്രയിലേക്ക് പോകാം. അപ്പൊ വളരെ ലോജിക്കലായ ഒരു ചോദ്യം എനിക്ക് ചോദിക്കാൻ പറ്റില്ല. പിന്നെ നിങ്ങൾ പറഞ്ഞു ഞാൻ നിർത്തി. അപ്പൊ ഈ തല്ലൊന്നും ഇപ്പൊ തീരാൻ പോണില്ല. അതുകൊണ്ട് നമുക്ക് നിർത്താം. ഇത് തുടർന്നുകൊണ്ടേയിരിക്കും. മനോരമയും തുടർന്നുകൊണ്ടിരിക്കും, ഗോപനും തുടർന്നുകൊണ്ടിരിക്കും. ഒരെത്തും പിടിയും കിട്ടാതെ കേരളം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും.